ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് NMCയിൽ റീവാലിഡേഷൻ പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ എവരി 3 years ആണ് റീവാലിഡേഷൻ NMCയിൽ ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ പോവുക, NMC റീവാലിഡേഷൻ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റീവാലിഡേഷൻ്റെ എല്ലാ പ്രോസസ്സും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് വിത്ത് എക്സാമ്പിൾ നമുക്ക് ആ പേജിൽ കാണാൻ പറ്റും. ഇതിൽ വെൽക്കം ടു റീവാലിഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ റീവാലിഡേഷനെ കുറിച്ചുള്ളൊരു ഔട്ട്കം ആയിരിക്കും വരുന്നത്. എന്താണ് റീവാലിഡേഷൻ, എന്തൊക്കെയാണ് അതിൽ റിക്വയർമെൻറ്റ്, എപ്പോഴാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതേക്കുറിച്ചായിരിക്കും വരുന്നത്. ഇച്ചിരി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോംസ് ആൻഡ് ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഒരു പേജ് കിട്ടും. അതിൻ്റെ അകത്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എക്സാമ്പിൾ കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് അവേഴ്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അവേഴ്സാണ് NMCയിൽ വർക്ക് ചെയ്ത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്ത്. ഇപ്പം ഡിസ്ട്രിക്ട് നേഴ്സായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ സർജിക്കൽ ഫീൽഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് എത്ര അവേഴ്സാണ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത് നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ CPD ലോഗ് ടെംപ്ലേറ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്ലാസ്സസ്, ട്രെയിനിങ് അതൊക്കെയാണ് വരേണ്ടത്. അതിൽ 35 hours മിനിമം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മളല്ലാണ്ട് ഫേസ് ടു ഫേസ് അറ്റൻഡ് ചെയ്ത ട്രെയിനിങ്സൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമുക്ക് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത്, അതൊക്കെ നമ്മൾ ആ പേജസിൽ ഇൻക്ലൂഡ് ചെയ്യണം. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രാക്ടീസ് റിലേറ്റഡ് ഫീഡ്ബാക്കാണ്. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്സ് ചിലപ്പോൾ അത് നമ്മുടെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നാകാം, ചിലപ്പോൾ നമ്മുടെ സ്റ്റാഫ്സിൻ്റെ കയ്യിൽ നിന്നാകാം, അത് വെർബലാകാം അല്ലെങ്കിൽ റിട്ടൺ ആയാം, എങ്ങനെയായിരിക്കാം. പക്ഷെ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എപ്പോഴാണ് നമുക്ക് കിട്ടിയത്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. അങ്ങനെ നമുക്ക് 5 ഫീഡ്ബാക്സാണ് നമുക്ക് ശരിക്കും വേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞ് റിഫ്ലക്ഷനാണ്. നമ്മളിതിൽ 5 റിഫ്ലക്ഷൻസാണ് ആഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് സംഭവിച്ചിട്ടുള്ള എറേഴ്സ് ആകാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഡ്രഗ് എറർ, ഫോൾസ്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ഒരു ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് അവർ നമ്മളെ പഠിപ്പിച്ചത്, നമുക്കതെങ്ങനെ നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു, അതൊക്കെ ആയിരിക്കും ഈ പേജിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റീവ് ഡിസ്കഷൻ ഫോമാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാനേജറോ ലൈൻ മാനേജറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജറോ ആയിട്ടായിരിക്കും അത് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ കുറിച്ച് ഒരു ഡിസ്കഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺഫർമേഷൻ ആണ്. ആഫ്റ്റർ ദിസ് ഡിസ്കഷൻ നമ്മുടെ ലൈൻ മാനേജർ നമുക്ക് കൺഫേം ചെയ്ത് തരുവാണ് നമ്മൾ റീവാലിഡേഷൻ ചെയ്തു, അവർ സൈൻ ചെയ്ത് തരുവാണ് ഈ ഡിസ്കഷനൊക്കെ ശേഷം നമുക്ക്. അതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് നമുക്കത് NMCയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എപ്പോഴും റീവാലിഡേഷൻ 1 month ബിഫോർ നമ്മൾ അത് ചെയ്ത് തീർത്തിരിക്കണം. എപ്പോഴും ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് തീരേണ്ടതുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ആ ടെംപ്ലേറ്റും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി NMC റീവാലിഡേഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പേജിലേക്കായിരിക്കും കറക്റ്റ് പോകുന്നത്. ഇത് നമ്മൾ എല്ലാ 3 years കൂടുമ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ NMC റിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ എവരി ഇയേഴ്സ് ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.